എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാഹി ദേവിയുടെ ഒരു അത്ഭുത മന്ത്രമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ഒരു സ്പെഷ്യൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ പേരും നാളും ആവശ്യവും എന്താണെന്നുള്ളത് നേരത്തെ വീഡിയോയിലെ പോലെയല്ല, കൃത്യമായിട്ടും എല്ലാം എഴുതി കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് ഞാൻ പ്രയറിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ചെയ്യുന്നത്, ഇതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡേ 1 എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന മന്ത്രമാണ്. അതിശക്തിയാർന്ന വാരാഹി മന്ത്രമാണ് ഇവിടെ ജപിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പൂജയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരിതം അനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ തൊഴിൽ ലഭിക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു വാരാഹി പൂജയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരമായിരിക്കും ഡേ 1 ഫസ്റ്റ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ പൂജയ്ക്ക് അതായത് ഇന്നത്തെ ഒരു ഇന്ത്യൻ ടൈം, ഇതിപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എവിടെയാണ് നിങ്ങളുടെ മക്കളായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ആവട്ടെ, അവരൊക്കെ ഏത് രാജ്യങ്ങളിലുണ്ടെങ്കിലും അവർക്കൊക്കെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ ഇന്ത്യൻ ടൈം ഒരു 10 PM ആയിരിക്കും പ്രയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്തായിരിക്കും ഞാൻ പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ പൂജയിൽ നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നാളും കമൻറ്റ്സ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഡേ 1 അതായത് ഇന്ന് മുതലാണ് ആ ഒരു സ്പെഷ്യൽ പൂജ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇനി കാണാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഒരാൾ നന്നായിക്കോട്ടെന്നേ, അതായത് അവർക്ക് ഈ ഒരു ചിലപ്പോൾ അവരറിയാത്ത ആളായിരിക്കാം. നമ്മൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ലെങ്കിൽ എന്താ, അവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ. അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും പറയുക. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം അവർക്കും കിട്ടുന്നതാണ്. എല്ലാവർക്കും പറഞ്ഞതൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വാരാഹിയുടെ മന്ത്രം എത്രത്തോളം ശക്തിയുള്ളതാണ് എന്നുള്ളതും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. വളരെ ഉഗ്രമൂർത്തിയായ വാരാഹി ഭഗവതി ഭയങ്കര ശക്തിയുള്ള ഒരു ദേവിയാണ്. ദേവിയുടെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം തന്നെയാണ്. വാരാഹി ദേവി നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഈ ഒരു ഭഗവതി ഭക്തരെ ഒരിക്കലും കൈവെടിയില്ല. ഭക്തരെ ചേർത്ത് പിടിക്കും. ഭക്തർക്ക് ഏതൊരാപത്ത് വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും കൈവെടിയില്ല. അത്രയും ഉഗ്രമൂർത്തിയായ ഈ ഒരു ദേവിയുടെ ശക്തി പറഞ്ഞറിയിക്കാനാവില്ല. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ദുരിതം അനുഭവിക്കുന്നവരായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധിയിലേക്ക് നിൽക്കുന്നവരായാലും ശരി, അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് പല രീതിയിലുള്ള ചിന്തകളൊക്കെ വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഒരിക്കലും അവരെ അങ്ങനെ പോലും തോന്നിക്കാത്ത രീതിയിൽ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു ഏത് സിറ്റുവേഷനിലും കൈപിടിച്ചുയർത്തുന്ന ഒരു ദേവിയാണ് വാരാഹി ദേവി. അപ്പോൾ വാരാഹി ദേവി ആരാധിക്കുന്നതിന് പ്രത്യേകിച്ച് നിഷ്ഠകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഏത് ടൈമായാലും ആ ടൈമിൽ നമുക്ക് ദേവിയുടെ മന്ത്രം ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ജപം എന്താണെന്നുള്ളത് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. എല്ലാവരും ആ ഒരു മന്ത്രം ജപിക്കുക. വളരെ ശക്തിയാർന്ന മന്ത്രമാണ്. ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സാധിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഇന്നത്തെ പൂജ ഞാൻ ആ സമയം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു പൂജയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. എല്ലാവരും പേരും നാളും നക്ഷത്രവും മെൻഷൻ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും വീഡിയോസും ഷെയർ ചെയ്യുക, അവരോടും പറയുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഏതാ മന്ത്രജപം എന്നുള്ളത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ കൂടെ ജപിക്കാൻ മറക്കണ്ട.
പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ലാസ്റ്റത്തെ ഏതോ വീഡിയോസിൽ എൻ്റെ സൗണ്ട് വളരെ കുറവാണെന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രീംലി സോറി. ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. വീഡിയോസ് ഇട്ടപ്പോൾ പറ്റിപ്പോയതാണ്. വോളിയം ഞാൻ ഇൻക്രീസ് ചെയ്യാത്തതായിരുന്നു. അതായിരുന്നു എനിക്ക് ത്രോട്ടിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരുന്നു. ആൻഡ് ഈ വീഡിയോയിൽ അത്യാവശ്യം വോളിയം ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക. ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സൊക്കെ ചിലപ്പോൾ അബദ്ധവശാൽ ഉണ്ടാവുന്നതാണ്, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാൻ പോകുന്ന നാമജപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ജപിക്കുക കേട്ടോ. ഓം ഭക്തോപദ്രവനാശിന്യൈ നമഃ. 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 ഓം ഭക്തോപദ്രവ
ॐ भक्तोपद्रवनाशिन्यै नमः। 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 ॐ भ
ॐ भक्तोपद्रवनाशिन्यै नमः। 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 ॐ भ
ഓം ഭക്തോപദ്രവനാശിന്യൈ നമഃ.
ॐ भक्तोपद्रवनाशिन्यै नमः। 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 ॐ भक्तोपद्रवनाशिन्यै नमः।